അന്ധനായ ബർത്തിമ്യൂസിനെ കുറിച്ചൊരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളും ബർത്തിമ്യൂസിനെ പോലെ ഉച്ചത്തിൽ നിലവിളിക്കണം. ചുറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ മിണ്ടായിരിക്കാൻ പറയും, പക്ഷെ നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് കാഴ്ച നൽകും, നമ്മുടെ കണ്ണ് തുറന്നു തരും. ആ ദിവസം എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുടെ അമ്മ എനിക്കൊരു മെസ്സേജ് അയച്ചു. അവർ പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൾക്ക് കാഴ്ചയില്ല. അവൾക്ക് കാഴ്ചയില്ല എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, പക്ഷെ എൻ്റെ നിലവിളി ദൈവം കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൾക്ക് കാഴ്ച കിട്ടാനല്ല, അവൾക്കൊരു കുറവും വരുത്താതെ അവളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടായിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവൾ സ്കൂൾ ടീച്ചറാണ്. അവളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തന്നെ ഒരു വീട് വാടക എടുത്തന്നെ അവർ താമസിക്കുന്നത്. അപ്പം അമ്മ സ്വന്തം വീട്ടിലല്ല, ഈ മകൾക്ക് വേണ്ടി അവളുടെ കൂടെ ഈ അമ്മയെന്ന് അവളെ നോക്കുകയാണ്, അവൾ ശുശ്രൂഷിക്കുകയാണ് വീട് വിട്ട്. ആര് പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന്? ഈ കുട്ടിക്ക് ദൈവം കൊടുത്ത കാഴ്ചയല്ലേ ഈ അമ്മ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നേ. അത് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണമെന്നില്ല. ഇത് ഗോസ്പലിൽ ക്ഷമ കെട്ട് പോവാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ദൈവത്തെയും മനുഷ്യനെയും മാനിക്കാത്തൊരു ജഡ്ജ് അയാളുടെ മുന്നിൽ നിരന്തരം കരയുന്നൊരു വിധവയുടെ കണ്ണീര് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന അപ്പൻ എത്രമാത്രം അത് കാണാതിരിക്കില്ല എന്നാണ് ഈശോ ചോദിക്കുന്നത്. എപ്പിസ്കോപ്പൽ ചേർച്ചിൻ്റെ ബിഷപ്പായ ഫിലിപ്പ് ബ്രൂക്സ് പറയുന്നൊരു കാര്യമുണ്ട്. പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനുള്ള നമ്മുടെ പ്രയത്നങ്ങളല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകുന്ന ഉത്തരം അക്സെപ്റ്റ് ചെയ്യാനുള്ള തലത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്, അത് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലായിരിക്കണമെന്നില്ല. ഇപ്പം ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നില്ല, അത് റെഫ്യൂസലാണ്. റെഫ്യൂസൽ പോലും ദൈവത്തിൻ്റെ മറുപടിയാണ്. റെഫ്യൂസൽ പോലും നമ്മുടെ നിത്യതയെ കാണുന്ന ദൈവം സ്നേഹത്തോടെ നമുക്ക് നൽകുന്ന ആൻസറാണ്.